ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ സ്റ്റെബിയുടെ ബർത്ത്ഡേക്കുള്ള ഫസ്റ്റ് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ആരുമില്ല. അവനെ കൊടുത്തില്ലല്ലോ പറയുമ്പോൾ എന്താണ് ഇങ്ങനെ അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു 29th or 28th ആയിരുന്നു. പിന്നെ ഞാൻ 30th ഈവനിങ് അല്ല നൈറ്റ് ഒരു 6:30 സമയത്ത്, ഒരു 7 ഒക്കെ ആവണ സമയത്ത് ഞാൻ അവന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കലൂർ കടവന്തറ റോഡിലുള്ള ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അവിടെ പോയപ്പോൾ ഞാൻ ബ്രേസ്ലെറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ചെയിൻ അല്ലെങ്കിൽ റിങ് എന്ത് നോക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം നോക്കിയായിരുന്നു. ബ്രേസ്ലെറ്റ് കുറേ നോക്കി, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചെയിൻ നോക്കി, അതും ഇഷ്ടപ്പെട്ടില്ല. കുറേ നോക്കിയായിരുന്നു. പിന്നെ ക്രോസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ക്രോസ് പെട്ടെന്ന് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഒന്നും നോക്കിയില്ല, അത് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതല്ല എടുത്തത്, ഇത് കുറച്ച് ഫാൻസി ആയിട്ട് തോന്നി, അത് കാരണം ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പകരം ആ റോസ് ഗോൾഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഈ ചെയിനും കൂടി എടുക്കാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് ലെങ്ത്തുള്ള ചെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അങ്ങനെ ഞാൻ ഇതും ആ ക്രോസും എടുത്തിട്ട് പോന്നു. അപ്പം ഇതാണ് ഫൈനൽ. ഈ രണ്ടും ആണ് എടുക്കണത്. അങ്ങനെ പിന്നെ അതെല്ലാം ബില്ല് ചെയ്തിട്ട് ആ ചേട്ടൻ അവിടെ നിന്ന് ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ കോഫി ഡേയിൽ പോയിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 12 മണിക്ക് വരാം, അപ്പം കൊടുത്തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെന്ത് എഴുതണം എന്നൊക്കെ പറഞ്ഞ് എഴുതിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ ഹസ്ബൻഡ് ടു ബി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. എഴുതി കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, ചേച്ചി കേക്ക് ഭയങ്കര ചെറുതായിരിക്കും, അപ്പോൾ ഇത്രയും ഉള്ളിൽ HBD എന്ന് എഴുതാട്ടോ എന്ന്. ശരി, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം സ്റ്റെബീനെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോവാം, ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസിൽ പോയിട്ട് നമ്മുടെ ഫേവറേറ്റ് സ്നാക്കുണ്ട് സമൂന. ഇതാണ് നമ്മുടെ സമൂനയും പിന്നെ വേറെന്താ ഒരു ഫ്രൂട്ട് സലാഡും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് അവിടെ ഇരുന്നു. കാരണം 12 മണി ആവാൻ കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ കഴിച്ച് പോയി. അങ്ങനെ ഞങ്ങൾ നേരെ കോഫി ഡേയിൽ എത്തി. അവിടെ പോയിട്ട് നമ്മളിങ്ങനെ 12 മണിയാകുമ്പോൾ വെയിറ്റ് ചെയ്യുന്നു. ആൾക്ക് എന്തായാലും സംഭവമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. കേക്ക് കട്ടിങ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഡൗട്ട് നോക്കിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ 11:59 ആയി. അപ്പോൾ 12 ആവാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നാണം വന്നാ നിങ്ങൾ നാണം വരണ്ട? എന്തിനാ ഇവർക്കെന്തിനാ ഇത്ര നാണം? എന്തെത്ര ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ആരൊക്കെ വന്നിരിക്കണെന്ന് പറ.
എടാ ഇങ്ങോട്ട് തിരി അമ്മനെ കാണല ആ ലൈറ്റില് എവിടെ Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. ഒളിഞ്ഞു നോക്കല്ലേ. ജംസാ ഇപ്പൊ പൊട്ടിക്കണോ വീട്ടിൽ ഞാൻ റൂമിൽ പോയിട്ട് പൊട്ടിച്ചോ ഇപ്പൊ പൊട്ടിക്കാല്ലേ വലിയല്ലോ എന്തായിരിക്കും ഗസ്റ്റ് ജെംസ് മിഠായി മനസ്സിലായി എങ്ങനെ മനസ്സിലായി നിങ്ങക്ക് നമുക്കറിയാലോ വലിയ പൊട്ടിയത് ജെംസ് മിഠായി നിറയ്ക്കാൻ പൂജ സിൽവർ സ്ക്വയറോ മാലയോ ഗായ്സ് അതോ ഇഷ്ടപ്പെട്ടോ ഇപ്പൊ തന്നെ കഴിച്ചിലിടാലോ ഇട്ടോ ഇഷ്ടപ്പെട്ടോ നീയേ ഒരു കുരിശ് അതിന്റെ കൂടെ വേറൊരു കുരിശും കൂടി രണ്ട് കുരിശ് കഴിഞ്ഞാ കൊണ്ട് അങ്ങനെ കഴുത്തി കൂടെ നോക്കട്ടെ ഇഷ്ടപ്പെട്ടോ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം രാത്രി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ ബർത്ത്ഡേ ദിവസം October 1 നമ്മളെല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം ബോച്ചയുടെ ടോഡി ഷോപ്പ് ഉണ്ടല്ലോ അവിടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതേ അവിടെ എത്തിയപ്പോൾ ഒരു 7:30 ആവാനായിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ അതാണെങ്കിൽ 9 മണിക്ക് ക്ലോസും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് കയറി പോയി. സീറ്റെല്ലാം നമ്മൾ ഓൾറെഡി വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പം അത് ഇവന് അറിയണ്ടായിരുന്നില്ല, സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറേ സീറ്റൊക്കെ ബുക്ക് ചെയ്തപ്പോഴേ ഇവന് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, അത് എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുമായിരുന്നു കേട്ടോ. അവിടെ ഇതേപോലെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കളിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മുന്നേ പോയതായിരുന്നു. അപ്പം അതൊക്കെ കുറേ നേരം ഞങ്ങളിതേ തട്ടി കളിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ കുറേ കളിച്ച് അവിടെ നിന്നു. അതിനുശേഷം നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡക്ക് മപ്പാസ്, പിന്നെ ക്രാബ് റോസ്റ്റ്, കള്ളപ്പം. ഈ കള്ളപ്പം കഴിക്കാനാണ് നമ്മൾ മെയിൻ അവിടെ പോയത്. അവിടുത്തെ കള്ളപ്പം നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അങ്ങനെ അവിടെ പോയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ പുറത്ത് ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. പകലായിരുന്നെങ്കിൽ ഒന്നും കൂടി രസമായേനെ, കുഴപ്പമില്ല, വരാൻ പറ്റിയില്ല, നെക്സ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അങ്ങനെ നമ്മളുടെ ക്രാബ് തവ ഫ്രൈ ആയിരുന്നു കേട്ടോ. അത് ഡക്ക് മപ്പാസും എല്ലാം നമ്മളിരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. പയ്യെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളതെല്ലാം കഴിക്കാൻ തുടങ്ങി. നമ്മൾ എവിടേക്കാ പോകുന്നേ? നമ്മൾ ജഗ്ഗാർ വഴി ഷോപ്പ് സ്മോക്ക് വീട് നവംബർ ആ വരണ ആരാ നോക്കിയേ? അച്ഛൻ അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വന്നു. ലേഖ, ഹരിമാമ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരെയും കൂടി പെട്ടെന്ന് കണ്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റെവിക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല അവർ വരും എന്നുള്ള കാര്യം. ഭയങ്കര സർപ്രൈസ്ഡ് തന്നെ ആയിരുന്നു കേട്ടോ. കാരണം 8:30 ഇവർ എത്തിയപ്പോൾ, കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ബ്ലോക്കൊക്കെ കിട്ടിയിട്ട്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ അമ്മയും അച്ഛനും കൂടി വന്നപ്പം അവനുള്ള ബർത്ത്ഡേ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3ാമത്തെ ബർത്ത്ഡേ കേക്ക് നമ്മളെല്ലാവരും കൂടി ഒപ്പം നിന്ന് സന്തോഷത്തോടെ മുറിച്ച് അത്
അതെല്ലാം കഴിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ കേക്കെല്ലാം നമ്മൾ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി നിന്ന് സംസാരിച്ച് നമ്മുടെ വിഷ്ണു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സംസാരിച്ചു, പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കരിമീൻ പൊള്ളിച്ചതും കാളാഞ്ചി ഫ്രൈയും അതൊക്കെ കഴിച്ച് നമ്മളിത് അവിടെ നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും കൂടിയിട്ട് അവിടെ ഇങ്ങനെ ഡാൻസും പാട്ടും വർത്താനമൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റെബിയും ഇവരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും അച്ഛനും ഡേയൊക്കെ ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ വശത്തത് ഇവരൊക്കെ വന്നിട്ട് പിന്നെ എല്ലാവരും കിടന്ന് തുള്ളാൻ ബാക്കിൽ വരുന്നുണ്ട്. കണ്ണൂർ Happy birthday, ശരിയാക്കി തരാം കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം തിരിച്ച് ഒറ്റപ്പാലത്തേക്ക് പോയി. ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ബൂസ്റ്റ് കുലുക്കി കുടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ മറൈൻ ഡ്രൈവ് പോയിട്ട് നേരെ 2 കുലുക്കി ബൂസ്റ്റ് കുലുക്കി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാലോ ഇവിടുത്തെ ബൂസ്റ്റ് കുലുക്കി ഈ വക സംഭവങ്ങളും കുലുക്കങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സാധനം കഴിക്കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കണ്ടു നിൽക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ ഞാൻ നേരെ റൂമിലേക്ക് പോവായിരുന്നു. അപ്പോൾ പോണ വഴി നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോയും കൂടി കണ്ടിട്ട് വരും. ഓക്കെ, അവിടുന്ന് കാണണ്ടല്ലോ. ഞാനതാ പാടിയ പാട്ട് പൊട്ടിക്ക് ഞാൻ കൊടുത്തല്ലടാ കഴുത്തി കിടക്കണേ. എന്താ ചെയിൻ എന്താ കുഴപ്പം? പട്ടിച്ചങ്ങല നിറച്ച് മടക്കി വെച്ചേക്കാന്നാണ്. ഒടുക്കത്തെ പാക്കിംഗ് ആലോടാ. അതുമാതിരി പൊക്കി അങ്ങനെ എടുക്കണ്ടോ? ടൈം ലാപ്സിലിട്ടാ മതി. വണ്ടി താക്കോൽ വെറുതെ കളയുന്നു. വീണ്ടും കാപ്പോ? എന്താണോ അത്? എന്തിന്റെ കാപ്പോ? കാപ്പോ? ഓ അത് അമ്മയുടെ വക, ഇത് അച്ഛന്റെ വക. അങ്ങനെയാണ്.
ഇതെന്താണ്? ചിക്കുവിന് ടീഷർട്ട്. മീനിങ്ലെസ്. അമ്മ കണ്ടറിഞ്ഞു തന്നതാ മീനിങ്ലെസ്. അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിങ് എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ തിരിച്ച് പാക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.